എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു 15-കാരനായ പയ്യൻ വെറും 19 പന്തുകളിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഒരു സെഞ്ചുറി തികച്ചു എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങളുടെ ബുദ്ധി അത് വിശ്വസിക്കാൻ വിസമ്മതിച്ചേക്കാം. എന്നാൽ ഇന്ത്യയും അയർലൻഡും തമ്മിൽ നടന്ന ആ ചരിത്രപരമായ ആദ്യ T20 പോരാട്ടത്തിന്റെ ഔദ്യോഗിക സ്കോർ കാർഡ് ഇന്റർനെറ്റിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ക്രിക്കറ്റ് ലോകത്തുണ്ടായ ആ അതിഭയങ്കരമായ ഭൂചലനം ലോകത്തെ ഏറ്റവും വലിയ ഇതിഹാസ താരങ്ങളെപ്പോലും സ്വന്തം കണ്ണുകളെ അവിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒന്നായിരുന്നു. അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിൽ 30 പന്തുകളിൽ ഒരു സെഞ്ചുറി നേടുക എന്നത് കേവലം അസാധ്യമായ ഒന്നായി കണക്കാക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ ബീഹാറിലെ സമസ്തിപൂരിൽ നിന്നുള്ള ഒരു 15-കാരൻ ബെൽഫാസ്റ്റിലെ പച്ചവിരിച്ച മൈതാനത്ത് ഈ അസാധ്യത്തെ വളരെ നിസ്സാരമാക്കി മാറ്റുകയായിരുന്നു. ആ അത്ഭുതബാലന്റെ പേരായിരുന്നു വൈഭവ് സൂര്യവംശി. ഇന്ത്യയുടെ അയർലൻഡ് പര്യടനത്തിലെ ആദ്യ T20 മത്സരം ബെൽഫാസ്റ്റിലെ സിവിൽ സർവീസ് ക്രിക്കറ്റ് ക്ലബ് ഗ്രൗണ്ടിൽ ആവേശകരമായി പുരോഗമിക്കുമ്പോൾ ഇതൊരു സാധാരണ മത്സരമായിരുന്നില്ല. കാരണം ഒരു വശത്ത് അയർലൻഡിന്റെ ഏറ്റവും വേഗതയുള്ളതും അനുഭവസമ്പന്നരുമായ ബോളർമാർ അണിനിരന്നപ്പോൾ മറുവശത്ത് ഇന്ത്യയ്ക്കായി അന്താരാഷ്ട്ര വേദിയിൽ ബാറ്റ് ചെയ്യാനിറങ്ങിയത് കേവലം 15 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കൊച്ചുപയ്യനായിരുന്നു. എതിർ ടീമിലെ കളിക്കാരും അവരുടെ നായകൻ ലോർക്കൻ ടക്കറും അവനെ നോക്കി പുച്ഛത്തോടെ പുഞ്ചിരിക്കുന്നുണ്ടായിരുന്നു. അന്താരാഷ്ട്ര ക്രിക്കറ്റിന്റെ സമ്മർദ്ദം ഈ കുട്ടിയെ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ പവലിയനിലേക്ക് തിരികെ അയക്കുമെന്ന് അവർ ഉറച്ചു വിശ്വസിച്ചു. പക്ഷേ വരും ഓവറുകളിൽ തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ഭയങ്കരമായ ക്രിക്കറ്റ് ദുരന്തം ആരംഭിക്കാൻ പോകുകയാണെന്ന് അവർക്കപ്പോൾ അറിയില്ലായിരുന്നു. വൈഭവ് സൂര്യവംശി ബാറ്റ് കൈയിലേന്തി മൈതാനത്തേക്കിറങ്ങിയപ്പോൾ അവന്റെ മുഖത്ത് ഒരു തരിമ്പുപോലും പരിഭ്രാന്തിയോ സമ്മർദ്ദമോ ഉണ്ടായിരുന്നില്ല. മറിച്ച് ലോകോത്തര താരങ്ങളിൽ പോലും അപൂർവമായി മാത്രം കാണാൻ കഴിയുന്ന അസാധാരണവും നിഗൂഢവുമായൊരാത്മവിശ്വാസം അവന്റെ കണ്ണുകളിൽ തിളങ്ങുന്നുണ്ടായിരുന്നു. ഇതിനിടയിൽ എതിർ ടീം ക്യാപ്റ്റൻ ലോർക്കൻ ടക്കർ തന്റെ ഏറ്റവും അപകടകരമായ ഫാസ്റ്റ് ബോളർ മാത്യു ഹോളണ്ടിന്റെ അടുത്തേക്ക് ചെന്നു. ആഭ്യന്തര ക്രിക്കറ്റിൽ സ്വിൻഡിന്റെയും വേഗതയുടെയും കാര്യത്തിൽ അസൂയാവഹമായ അനുഭവസമ്പത്തുള്ള ബോളറായിരുന്നു അവൻ. ക്യാപ്റ്റൻ ചിരിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു, മുന്നിൽ നിൽക്കുന്നത് ഒരു കൊച്ചുകുട്ടിയാണ്. ആദ്യത്തെ പന്ത് തന്നെ അവന്റെ ഹെൽമറ്റിന് നേരെ എറിയുക. അവൻ ഭയന്നു വിറച്ച് സ്വയം വിക്കറ്റ് വലിച്ചെറിഞ്ഞോളും. ഇത് കേട്ട് പുഞ്ചിരിച്ചുകൊണ്ട് ബോളർ പന്ത് കൈകളിൽ തിരുമി ഒരു നീണ്ട റണ്ണപ്പിനായി പിന്നിലേക്ക് നടന്നു. മൈതാനത്തപ്പോൾ ശ്മശാനമുഖത്ത് തളം കെട്ടി നിന്നിരുന്നു. അമ്പയർ സിഗ്നൽ നൽകിയതും ബോളർ ഓടിയെടുത്തു. ആദ്യ പന്ത് മണിക്കൂറിൽ 145 കിലോമീറ്റർ വേഗത്തിൽ പാഞ്ഞുവന്ന അതിഭയങ്കരമായൊരു ബൗൺസർ. പന്ത് നേരെ വൈഭവിന്റെ തല ലക്ഷ്യമാക്കി കുതിച്ചു പാഞ്ഞെത്തി. എന്നാൽ വൈഭവ് തന്റെ സ്ഥാനത്ത് നിന്ന് ഒരു ഇഞ്ച് പോലും അനങ്ങിയില്ല. അവസാന നിമിഷം വരെ പന്തിൽ നിന്ന് കണ്ണെടുക്കാതെ അവൻ തൊടുത്ത ആ പുൾ ഷോട്ട് അതിവേഗം കുതിച്ചുയർന്ന ബെൽഫാസ്റ്റ് സ്റ്റേഡിയത്തിന്റെ മേൽക്കൂരയും കടന്ന് പുറത്തെ റോഡിലേക്ക് ചെന്നു പതിച്ചു. ആദ്യ പന്തിൽ സിക്സർ. മുഴുവൻ മൈതാനവും അക്ഷരാർത്ഥത്തിൽ സ്തംഭിച്ചുപോയി. ഇപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് വിശ്വസിക്കാൻ ബോളർക്ക് കഴിഞ്ഞില്ല. അതുപക്ഷെ വെറുമൊരു ഭാഗ്യം കൊണ്ട് മാത്രം സംഭവിച്ചതാണെന്ന് അവൻ കരുതിയെങ്കിലും തൊട്ടടുത്ത പന്തിൽ അവന്റെ ആ മിഥ്യാധാരണയും തകർന്നടിഞ്ഞു. ഇത്തവണ വേഗത കുറഞ്ഞ ഒരു യോർക്കർ എറിയാനാണ് അവൻ ശ്രമിച്ചത്. എന്നാൽ മിന്നൽ വേഗത്തിൽ മുന്നോട്ടാഞ്ഞ വൈഭവ് ആ പന്തിനെ ഒരു ഫുൾ ടോസാക്കി മാറ്റി മിഡ് വിക്കറ്റിന് മുകളിലൂടെ അടിച്ചകറ്റി. ആ പന്ത് നേരെ ഫ്ലഡ് ലൈറ്റ് പോളിൽ ഇടിച്ച് താഴെ വീണു. 2 പന്തുകൾ 2 സിക്സറുകൾ. എതിർ ടീം ക്യാപ്റ്റന്റെ മുഖത്തെ പുഞ്ചിരി അപ്പോഴേക്കും പൂർണ്ണമായും മാഞ്ഞുപോയിരുന്നു. മൂന്നാമത്തെ പന്തെറിയുന്നതിനു മുൻപ് ദേഷ്യം സഹിക്കാനാവാതെ ബോളർ വൈഭവിനോട് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. പക്ഷേ വൈഭവ് അതിനൊന്നും മറുപടി പറഞ്ഞില്ല. അവൻ തന്റെ ബാറ്റ് നിലത്ത് പതുക്കെ തട്ടി അടുത്ത പന്തിനായി കാത്തിരുന്നു. മൂന്നാമത്തെ പന്ത് ഓഫ് സ്റ്റണ്ടിന് വളരെ പുറത്തായിരുന്നു. ഇത്തവണ ബാറ്റ്സ്മാൻ തെറ്റുവരുത്തുമെന്ന് ബോളർ ഉറച്ചു വിശ്വസിച്ചു. എന്നാൽ തന്റെ കൈത്തണ്ടയിലെ മാന്ത്രികത മുഴുവൻ പ്രകടിപ്പിച്ചുകൊണ്ട് വൈഭവ് പോയിന്റിനു മുകളിലൂടെ തൊടുത്ത ആ ഷോട്ട് വായുവിൽ പറന്ന് നേരെ കാണികൾക്കിടയിലേക്ക് എത്തുകയായിരുന്നു. 3 പന്തുകൾ 3 സിക്സറുകൾ. മൈതാനത്തപ്പോഴേക്കും വലിയൊരു കോലാഹലം ആരംഭിച്ചിരുന്നു. പരിഭ്രാന്തനായ എതിർ ക്യാപ്റ്റൻ ഓടിവന്ന ബോളറോട് സംസാരിക്കുകയും ഫീൽഡിംഗ് പൂർണ്ണമായും മാറ്റുകയും ചെയ്തു. ബൗണ്ടറി ലൈനിൽ 5 ഫീൽഡർമാരെ വിന്യസിച്ചെങ്കിലും അപ്പോഴേക്കും സമയം അതിക്രമിച്ചിരുന്നു. കാരണം വൈഭവ് സൂര്യവംശി അവിടെ വെറും ഒരു ബാറ്റിംഗ് മാത്രമല്ല നടത്തിക്കൊണ്ടിരുന്നത്. അവൻ ആ മൈതാനത്ത് ഒരു കൊടും ചുഴലിക്കാറ്റായി മാറിക്കഴിഞ്ഞിരുന്നു. ആ ഓവറിലെ ബാക്കി 3 പന്തുകളിൽ സംഭവിച്ചത് ആ മത്സരത്തിന്റെ ഗതിയെ എന്നേക്കുമായി മാറ്റിമറിച്ചു. സുഹൃത്തുക്കളെ, ആദ്യ 3 പന്തുകളിൽ തുടർച്ചയായി 3 സിക്സറുകൾ പറന്നതോടെ എതിർ ക്യാപ്റ്റന്റെ മുഖത്തെ ആത്മവിശ്വാസം പൂർണ്ണമായും അപ്രത്യക്ഷമായിരുന്നു. മിനിറ്റുകൾക്ക് മുൻപ് വൈഭവ് സൂര്യവംശിയെ ഒരു സാധാരണ കുട്ടിയായി കണ്ടിരുന്ന അതേ കളിക്കാർ, അത് ഹാരി ടെക്ടർ ആയാലും റോസ് അഡായർ ആയാലും, ഇപ്പോൾ ഭയത്തോടെ പരസ്പരം നോക്കാൻ തുടങ്ങിയിരുന്നു. എന്നാൽ യഥാർത്ഥ ഭയം വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഓവറിലെ 4ാമത്തെ പന്തിനായി ബോളർ വീണ്ടും ഓടിയെത്തി. ഇത്തവണ അവൻ തന്റെ സർവ്വശക്തിയുമെടുത്ത് ഒരു ഷോർട്ട് പിച്ച് പന്താണ് എറിഞ്ഞത്. എങ്ങനെയെങ്കിലും വൈഭവിനെ കൊണ്ട് ഒരു തെറ്റു ചെയ്യിക്കുക എന്നത് മാത്രമായിരുന്നു അവന്റെ ലക്ഷ്യം. എന്നാൽ ഇതിനായി നേരത്തെ തന്നെ തയ്യാറെടുത്തു നിന്നിരുന്ന വൈഭവ് ബാക്ക് ഫുട്ടിലേക്ക് മാറി അടിച്ച ആ അതിഗംഭീരമായ പുൾ ഷോട്ട് ആകാശത്തെ കീറിമുറിച്ചുകൊണ്ട് ഡീപ് മിഡ് വിക്കറ്റ് സ്റ്റാൻസിലേക്ക് പറന്നിറങ്ങി. 4 പന്തുകൾ 4 സിക്സറുകൾ. മൈതാനത്തുണ്ടായിരുന്ന കളിക്കാർക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് യാതൊരു പിടിയുമുണ്ടായിരുന്നില്ല. ബോളറുടെ മുഖം അപ്പോഴേക്കും ചുവന്നു തുടുത്തിരുന്നു. അവന്റെ കണ്ണുകളിൽ കോപവും അതോടൊപ്പം കടുത്ത ഭയവും നിഴലിച്ചു. ഓവറിലെ 5ാമത്തെ പന്ത് ഭയം കാരണം ഒരു ഫുൾ ടോസായി മാറി. വൈഭവ് അതിനെ ഫൈൻ ലെഗിന് മുകളിലൂടെ കാണികൾക്കിടയിലേക്ക് അനായാസം പറത്തിവിട്ടു.
5 പന്തുകളിൽ 5 സിക്സറുകൾ പിറന്നതോടെ ഡ്രസ്സിംഗ് റൂമിലുണ്ടായിരുന്ന ശ്രേയസ് അയ്യരും തിലക് വർമ്മയും ആവേശത്തോടെ പുറത്തേക്ക് വന്നു. അവസാന പന്തിൽ കൃത്യമായ ഒരു യോർക്കർ എറിയാൻ ബോളർ തന്റെ അവസാന തുള്ളി ഊർജ്ജവും ഉപയോഗിച്ചു. എന്നാൽ ക്രീസിൽ തനിക്കായി ഇടം കണ്ടെത്തിയ വൈഭവ് ലോങ് ഓണിന് മുകളിലൂടെ സ്റ്റേഡിയത്തിലെ ഏറ്റവും വലിയ സിക്സർ പറത്തിക്കൊണ്ട് ആ ഓവർ പൂർത്തിയാക്കി. 6 പന്തുകളിൽ 6 സിക്സറുകൾ. ഒറ്റ ഓവറിൽ മുഴുവൻ 36 റൺസും അടിച്ചുകൂട്ടി വൈഭവ് അവിടെ ഒരു ചരിത്രം രചിച്ചു. ഇതിനുശേഷം ഐറിഷ് ക്യാപ്റ്റൻ ലോർക്കൻ ടക്കർ പരിചയസമ്പന്നനായ സ്പിന്നർ ജോർജ് ഡോക്രലിനെ പന്തേൽപ്പിച്ചു. എന്നാൽ അദ്ദേഹത്തിന്റെ ആദ്യ പന്തിൽ തന്നെ ക്രീസിൽ നിന്ന് പുറത്തിറങ്ങി ലോങ് ഓഫിനു മുകളിലും തൊട്ടടുത്ത ക്യാരം ബോളിൽ മിഡ് വിക്കറ്റിനു മുകളിലും 100 മീറ്റർ അകലെയും 2 ബാക്ക് ടു ബാക്ക് സിക്സറുകൾ കൂടി വൈഭവ് പറത്തി. ബോളർമാരുടെ മുഖത്തെ ഭയം ഇപ്പോൾ കൂടുതൽ വ്യക്തമായിരുന്നു. തുടർന്ന് മൈതാനത്തിന്റെ എല്ലാ കോണുകളിലേക്കും ഷോട്ടുകളുടെ ഒരു മഹാപ്രളയം തന്നെ വൈഭവ് സൃഷ്ടിച്ചപ്പോൾ എതിർ ടീം തങ്ങളുടെ മുഴുവൻ ഫീൽഡർമാരെയും ബൗണ്ടറി ലൈനിൽ വിന്യസിച്ചു. എന്നാൽ ലിയാം മെക്കാർത്തി, റിഷു വിൽസൺ തുടങ്ങിയ ഫീൽഡർമാർ വെറും കാഴ്ചക്കാരായി നിൽക്കാൻ മാത്രമേ വിധിക്കപ്പെട്ടിരുന്നുള്ളൂ. നോക്കി നിൽക്കെ വെറും 18 പന്തുകളിൽ നിന്ന് 96 റൺസ് അടിച്ചുകൂട്ടി വൈഭവ് സൂര്യവംശി ലോക റെക്കോർഡ് സെഞ്ചുറിയുടെ തൊട്ടരികിലെത്തി നിൽക്കുമ്പോൾ ആ ചരിത്ര നിമിഷത്തിനായി മുഴുവൻ മൈതാനവും ശ്വാസമടക്കിപ്പിടിച്ച് കാത്തിരിക്കുകയായിരുന്നു. സുഹൃത്തുക്കളെ, സ്കോർ ബോർഡിൽ 96 റൺസ് തിളങ്ങുന്നുണ്ട്. വെറും 18 പന്തുകൾ മാത്രമാണ് അതുവരെ എറിഞ്ഞത്. മുഴുവൻ സ്റ്റേഡിയവും എഴുന്നേറ്റ് നിൽക്കുകയായിരുന്നു. അമ്പയർ തന്റെ സ്ഥാനത്ത് ഒരു പ്രതിമ പോലെ നിശ്ചലനായി നിന്നിരുന്നു. ഇന്ത്യൻ ഡ്രസ്സിംഗ് റൂമിന്റെ ബാൽക്കണിയിൽ സഞ്ജു സാംസണും ഇഷാൻ കിഷനും തങ്ങളുടെ ശ്വാസമടക്കിപ്പിടിച്ച് ഈ ചരിത്ര നിമിഷത്തിനായി കാത്തിരിക്കുകയായിരുന്നു. എതിർ ടീം ക്യാപ്റ്റന്റെ മുഖത്ത് ആകാംക്ഷ വളരെ വ്യക്തമായിരുന്നു. അതേസമയം വൈഭവ് സൂര്യവംശി ക്രീസിൽ തികഞ്ഞ ശാന്തതയോടെയാണ് നിന്നിരുന്നത്. ചരിത്രം തന്റെ തൊട്ടു മുന്നിൽ നിൽക്കുന്നുണ്ടെന്ന് അവന് നേരത്തെ തന്നെ അറിയാമായിരുന്നുവെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലായിരുന്നു ആ നിൽപ്പ്. 20 പന്തുകൾക്ക് മുൻപ് തന്നെ ഒരു സെഞ്ചുറി പൂർത്തിയാക്കാൻ സാധിക്കുമോ? അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ ഏറ്റവും വലിയ അതിരുകൾ ഭേദിക്കാൻ ഏതെങ്കിലും ഒരു ബാറ്റ്സ്മാന് കഴിയുമോ എന്നത് മാത്രമായിരുന്നു അപ്പോഴത്തെ ഒരേയൊരു ചോദ്യം. എതിർ ടീം ക്യാപ്റ്റൻ ലോർക്കൻ ടക്കർ തന്റെ ടീമിലെ ഏറ്റവും വിശ്വസ്തനായ ഫാസ്റ്റ് ബോളറെ പന്തേൽപ്പിച്ചു. ടീമിന്റെ രക്ഷകനെന്നറിയപ്പെടുന്ന ബോളറായിരുന്നു അവൻ. ടീം പ്രതിസന്ധിയിലാകുമ്പോഴെല്ലാം ക്യാപ്റ്റൻ അവന്റെ അടുത്തേക്കാണ് പോകാറുള്ളത്. എന്നാൽ ഇന്നത്തെ സാഹചര്യം തികച്ചും വ്യത്യസ്തമായിരുന്നു. ആ ബോളറുടെ മുഖത്ത് ആത്മവിശ്വാസത്തിനു പകരം ഭയങ്കരമായൊരു സമ്മർദ്ദമാണ് പ്രകടമായിരുന്നത്. അവൻ ദീർഘമായി ശ്വാസമെടുത്ത് പന്ത് കൈകളിൽ തിരുമ്മി നീണ്ട റണ്ണപ്പിനായി ഓടാൻ തുടങ്ങി. മുഴുവൻ മൈതാനത്തും കനത്ത നിശബ്ദത വ്യാപിച്ചു. അവന്റെ ഷൂസിന്റെ ശബ്ദം മാത്രമായി അവിടെ മുഴങ്ങിക്കേട്ടത്. പന്ത് വഴുതിപാറി അതിവേഗത്തിൽ വന്ന ലെങ്ത് ബോൾ. പന്ത് വേഗത്തിൽ വൈഭവിന് നേരെ പാഞ്ഞുവന്നു. എന്നാൽ വൈഭവിന്റെ കണ്ണുകൾ പൂർണ്ണമായും പന്തിൽ മാത്രമായിരുന്നു കേന്ദ്രീകരിച്ചിരുന്നത്. അവസാന നിമിഷത്തിൽ അവൻ അല്പം മാറി നിന്ന് ഫ്രണ്ട് ഫുട്ട് മാറ്റി ബാറ്റ് പൂർണ്ണ ആത്മവിശ്വാസത്തോടെ വീശി. ബാറ്റിൽ പന്ത് കൊണ്ടപ്പോഴുള്ള ആ ശബ്ദം മൈതാനമാകെ പ്രതിധ്വനിച്ചു. പന്ത് വായുവിൽ ഉയർന്നുപോയി. മിഡ് ഓഫിനു മുകളിലൂടെ പാഞ്ഞുപോയ പന്തിനു പിന്നാലെ ഫീൽഡർ ഓടാൻ ശ്രമിച്ചെങ്കിലും അവനൊരു മൂകസാക്ഷിയായി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. തൊട്ടടുത്ത നിമിഷം പന്ത് ബൗണ്ടറി ലൈൻ കടന്ന് നേരെ സ്റ്റാൻസിലേക്ക് വീണു. അമ്പയറുടെ 2 കൈകളും വായുവിലുയർന്നു. അതോടൊപ്പം ലോക ക്രിക്കറ്റിന്റെ ചരിത്രം എന്നേക്കുമായി മാറ്റിയെഴുതപ്പെട്ടു. 19 പന്തുകളിൽ സെഞ്ചുറി. അതെ സുഹൃത്തുക്കളെ, വെറും 19 പന്തുകളിൽ 100 റൺസ്. അതിൽ 16 പടകൂട്ടൻ സിക്സറുകളും കേവലം ഒരു ഫോറും ഉൾപ്പെട്ടിരുന്നു. അന്താരാഷ്ട്ര ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും സ്ഫോടനാത്മകവും വിനാശകരവുമായ ഇന്നിംഗ്സ് അത് മാറിക്കഴിഞ്ഞു. കയ്യടികളുടെ ആരവത്താൽ മുഴുവൻ മൈതാനവും പ്രകമ്പനം കൊണ്ടു. ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് പുറത്തുവന്ന ഇന്ത്യൻ കളിക്കാർ എഴുന്നേറ്റ് നിന്ന് അവനെ സല്യൂട്ട് ചെയ്യുകയും കൈയടിക്കുകയും ചെയ്തു. ചില കളിക്കാരുടെ മുഖത്ത് സന്തോഷത്തിന്റെ പുഞ്ചിരിയായിരുന്നെങ്കിൽ മറ്റു ചിലരുടെ കണ്ണുകളിൽ ഭയങ്കരമായ അത്ഭുതമായിരുന്നു. കാരണം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏതെങ്കിലും ഒരു ബാറ്റ്സ്മാന് ഇത്തരമൊരു അത്ഭുതം സൃഷ്ടിക്കാൻ കഴിയുമെന്ന് അവരും ഒരിക്കലും സ്വപ്നം കണ്ടിട്ടുണ്ടാവില്ല. മറുവശത്ത് അയർലൻഡ് ടീമിലെ കളിക്കാർ പൂർണ്ണമായും സ്തംഭിച്ചുപോയിരുന്നു. ഗാരറ്റ് ഡെലാനി, ബെൻ കെലറ്റ്സ് തുടങ്ങിയ പല കളിക്കാരും തലയിൽ കൈവച്ച് നിരാശയോടെ നിന്നു. ചില കളിക്കാർ ഗ്രൗണ്ടിൽ തന്നെ കുത്തിയിരുന്നുപോയി. 15 വയസ്സുള്ള ഒരു ഇന്ത്യൻ ബാലൻ തങ്ങളുടെ മുഴുവൻ ബോളിംഗ് ലൈനപ്പിനെയും ഇത്ര വലിയൊരു തമാശയാക്കി മാറ്റിയെന്ന് വിശ്വസിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. എന്നാൽ യഥാർത്ഥ കഥ അവിടെ അവസാനിച്ചില്ല. മത്സരം കഴിഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിൽ ഈ ചരിത്ര പോരാട്ടത്തിന്റെ വീഡിയോ ക്ലിപ്പുകളും സ്കോർ കാർഡും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കാട്ടുതീ പോലെ വൈറലായി. അപ്പോഴാണ് ലോക ക്രിക്കറ്റിനെ ഒന്നാകെ പിടിച്ചുകുലുക്കിയ ആ വലിയ പ്രതികരണം പുറത്തുവന്നത്. ലോകത്തിലെ ഏറ്റവും അപകടകരനായ ബാറ്റ്സ്മാനും യൂണിവേഴ്സ് ബോസ് എന്ന പേരിൽ പ്രശസ്തനുമായ ക്രിസ് ഗെയിൽ ഈ 19 പന്തിലെ സെഞ്ചുറി ഇന്നിംഗ്സിന്റെ വീഡിയോ കണ്ടപ്പോൾ അദ്ദേഹം വൈഭവിനെ തുറന്നു പ്രശംസിച്ചു. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇത്ര വേഗത്തിൽ ഒരു സെഞ്ചുറി നേടുക എന്നത് എളുപ്പമല്ലെന്നും ഇത്ര ചെറുപ്പത്തിൽ ഇത്തരമൊരു ഉരുക്കുപോലത്തെ ആത്മവിശ്വാസം കാണിക്കുന്നത് വളരെ അപൂർവമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിനുശേഷം ലോകമെമ്പാടുമുള്ള ക്രിക്കറ്റ് ഫാനുകളും ICCയുടെ പ്രമുഖ വ്യക്തിത്വങ്ങളും വൈഭവ് സൂര്യവംശിയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ തുടങ്ങി. ബീഹാറിലെ സമസ്തിപൂരിന്റെ മണ്ണിൽ നിന്ന് ഉയർന്നുവന്ന ഈ യുവതാരം പെട്ടെന്ന് ലോകത്തിന്റെ മുഴുവൻ കണ്ണുകളിലും ഒരു ഗ്ലോബൽ സൂപ്പർസ്റ്റാറായി മാറി. ഇതൊരു ആത്മവിശ്വാസത്തിന്റെ കഥയായിരുന്നു. ഇതൊരു കഠിനാധ്വാനത്തിന്റെ കഥയായിരുന്നു. മറുപക്ഷെ അതുകൊണ്ടായിരിക്കാം
ഇന്ന് ലക്ഷക്കണക്കിന് യുവ ക്രിക്കറ്റ് താരങ്ങൾ വൈഭവ് സൂര്യവംശിയെ തങ്ങളുടെ പുതിയ റോൾ മോഡലായി കാണാൻ തുടങ്ങിയിരിക്കുന്നത്. എന്തായാലും നിങ്ങളെല്ലാവരോടും ഒരു വലിയ ചോദ്യം ചോദിക്കുകയാണ്. വരും വർഷങ്ങളിൽ ലോക ക്രിക്കറ്റിലെ ഏറ്റവും വലിയ മാച്ച് വിന്നർ സൂപ്പർ സ്റ്റാറായി വൈഭവ് സൂര്യവംശി മാറുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഭാവിയിൽ സീനിയർ ടീം ഇന്ത്യയ്ക്ക് വേണ്ടി കളിക്കുമ്പോൾ ഏകദിന T20 ക്രിക്കറ്റിലെ എല്ലാ വലിയ റെക്കോർഡുകളും അവൻ പൂർണ്ണമായും തകർത്തെറിയുമോ? നിങ്ങളുടെ വിലപ്പെട്ടവും നിഷ്പക്ഷവും വ്യക്തമായ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ വൈഭവ് സൂര്യവംശി കൊടുങ്കാറ്റ് അല്ലെങ്കിൽ ഭാവിയുടെ സൂപ്പർ സ്റ്റാർ എന്നെഴുതി ഞങ്ങളുമായി പങ്കുവയ്ക്കുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.